ഹായ് സുഹൃത്തുക്കളെ, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ പൊന്നോണം ഇഞ്ഞായി. അങ്ങനെ ഇന്ന് പണിയില്ലാത്തതുകൊണ്ട് വീടും പരിസരമൊക്കെ വൃത്തിയാക്കാമെന്ന് കരുതി ഒരു വാന്തി മേടിക്കാൻ വേണ്ടി നേരെ കടയിൽ പോയി. കടയിൽ ചെന്ന് അതിൻ്റെ വില കേട്ടെൻ്റെ കിളി പോയി. നേരെ വീട്ടിൽ വന്ന് തെങ്ങ് വലിച്ചു കെട്ടാൻ വെച്ചിരുന്ന കുറച്ച് കമ്പി ഉണ്ടായിരുന്നു. ആ കമ്പി എടുത്ത് ഒരടി നീളത്തിന് മുറിച്ചെടുത്ത് 3 ഇഞ്ച് നീളത്തിന് എല്ലും വളച്ച്. നമ്മുടെ റിംഗ് സ്പാൻഡർ ഉള്ളതുകൊണ്ട് എല്ല് വളയ്ക്കാൻ എളുപ്പമായി. എല്ല് വളച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. വെൽഡിംഗ് മെഷീൻ്റെ റാഡ് മേടിക്കാൻ മറന്നുപോയി. പിന്നെ നേരെ കടയിൽ പോയി റാഡും മേടിച്ചുകൊണ്ട് വന്ന് പണി അങ്ങ് തുടർന്നു. ഇനി നമുക്ക് വേണ്ടത് 1 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ട്യൂബാണ്. ഈ സ്ക്വയർ ട്യൂബിൻ്റെ ഒരു തല നമ്മൾ അടിച്ച് പരത്തണം. ഇതൊക്കെ അപ്പോഴ് കിട്ടിയ ഐഡിയയാണേ. നമ്മളെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് പല ഐഡിയയും വരും. വെൽഡ് ചെയ്യപ്പം വയ്ക്കണ ഗ്ലാസ് ഇവിടെ അത്രയും നോക്കി, പക്ഷേ സംഭവം കിട്ടിയില്ല. 2 ദിവസം കഴിഞ്ഞാൽ ഓണമാണ്. കണ്ണിന് പണി കിട്ടുമോ എന്തോ. അപ്പോൾ നമ്മൾ ഓരോ പീസുകളായിട്ട് അതിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കാം. എന്തായാലും ഇന്ന് എനിക്ക് 300 രൂപ ലാഭമാണ്. 6 പീസ് കമ്പിയാണ് നമ്മളതിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നത്. പിന്നെ അത് ഇളവി പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് ക്രോസായിട്ട് കമ്പിയൊക്കെ നമ്മൾ വെൽഡ് ചെയ്ത് നമ്മൾ വാന്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പിടി കയറ്റണം. പിടിയും നമ്മളൊരു ജന്നലിൻ്റെ കമ്പി പഴയത് ഇവിടെ കിടന്നു. 3 ദിവസം മുന്നേ നമ്മൾ കളനാശിനി അടിച്ചിട്ടിരുന്നു. അപ്പോൾ സംഭവം എല്ലാം ഏകദേശം ഉണങ്ങി കിടപ്പുണ്ട്. വഴിയെ പോയവരെല്ലാവരും ചോദിച്ചു, നീ എന്തിന് ഇത്രയും ബുദ്ധിമുട്ടണത്? തീപ്പെട്ടി ഉരച്ചിട്ട് കൊടുത്താൽ കത്തിപ്പോവില്ലേ എന്ന്. കത്തിച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ബാക്കിയുള്ള ചെടികളും കൂടെ കരിഞ്ഞു പോകും. എന്തായാലും സംഗതി നല്ല എളുപ്പത്തിലും വൃത്തിയിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ട് ഇതുപോലെ പണി ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. എനിക്ക് വെൽഡിങ്ങിൻ്റെ പണിയൊന്നുമല്ല കേട്ടാ, എനിക്ക് ടൈൽസിൻ്റെ പണിയാണ്. പക്ഷേ എനിക്ക് വെൽഡിങ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഒരു വെൽഡിങ് മെഷീൻ മേടിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ള ചെറിയ ഉടായ്പ് പണികളൊക്കെ ഞാൻ തന്നെ ചെയ്യും. അപ്പം ഓണം ഇങ്ങായി. മാവേലിയെ വരവേക്കാൻ വേണ്ടി നമ്മൾ വീടും പരിസരമൊക്കെ ഫുള്ളും വൃത്തിയാക്കിയിട്ടുണ്ട്. മാവേലി വരുമ്പോഴത്തേക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു തടസ്സമാവാൻ പാടില്ല. ഇത് പണ്ടേ നമ്മൾ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഓണം ആകുമ്പോഴത്തേക്ക് വീടും പരിസരവും എല്ലാം വൃത്തിയാക്കിയിടും. ഇനി അടുത്ത വർഷമായിരിക്കും ഇതുപോലെ വൃത്തിയാക്കൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൃത്യമായി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെ വൃത്തിയാക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ചങ്കുകളെ, അടുത്ത ഉടായിപ്പ് വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. ഹാപ്പി ഓണം.